കാര്യങ്ങളാണുള്ളത് ഗൈസ്. ഇന്ന് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇന്ന് 3 റിക്രൂട്ട്മെന്റ് ഉണ്ട്. നമ്മളൊരു 3 മെമ്പേഴ്സിന് നമ്മളെ ഫാമിലിയിലേക്ക് MRGന്റെ ഫാമിലിയിലേക്ക് ഓക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണുള്ളത്. ഇന്ന് നമ്മൾ MRGന്റെ ഫാമിലിയിലേക്ക് 3 മെമ്പേഴ്സ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ നിങ്ങൾ ഉള്ളൊരു ബോണ്ട് ഉണ്ട്, നിങ്ങളെല്ലാവരും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതേ ബോണ്ടിൽ തന്നെ നിങ്ങൾ കൂടെ നിർത്തണം. അവർക്കൊരു എന്താ പറയുക, ഒരു ഔട്ട്സൈഡറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷേ എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഒരു ഔട്ട്സൈഡറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. അവർ വേറൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് അങ്ങനെ ഒരു അകൽച്ച ഇവിടെ അവർക്ക് തോന്നരുത്. മനസ്സിലാവും. ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവം ഇതുവാ. പക്ഷെ ഇപ്പം നമ്മളൊരു ബോണ്ട് ഉണ്ട്, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലിയാണ്, MRGന്റെ ഫാമിലിയാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അന്തസ്സായിട്ട് നമുക്കിപ്പോൾ ആരോടും പറയാം, നമ്മൾ ഒറ്റ ഫാമിലിയാന്ന്, ഒറ്റ കെട്ടാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 3 മെമ്പേഴ്സ് വരുന്നുണ്ട്. അവരെ നല്ല രീതിയിൽ നോക്കുക, നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആവുക, അവർക്ക് അറിയാത്ത നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെയുള്ള ഗ്യാങ് ഫണ്ടിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അത് 1-ാം തീയതിയിലേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്, 10 CR വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കട്ടെ. മേക്കെ വിളിച്ചോ, ആളെ വിളിച്ചോ. ഞാന് ഒരു വണ്ടി ഒന്ന് കൊണ്ടുവരാം. ഇന്ന് നമുക്ക് 3 റിക്രൂട്ട്മെന്റ് ആണുള്ളത്. 3ഉം PV ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഞാനൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്, ഞാൻ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാം. 1 by 1 വിളിച്ചാ 1 by 1 തന്നെ ഇറങ്ങുള്ളൂ വണ്ടിന്ന്. ആദ്യം ആരെ ഇറങ്ങുന്നു പറഞ്ഞു തന്നിരുന്നെങ്കിൽ. സുഹൃത്തെ, ആദ്യം ആരെ ഇറങ്ങുന്നു പറഞ്ഞു തരാമോ? വിളിച്ചു പോവാനായിരുന്നു. ഫസ്റ്റ് നമ്മള് വെൽക്കം ചെയ്യാണ്. MRC വെൽക്കമിങ് ഡയോസ് സ്പീഡോ ടു MRC. ഹായ് വെൽക്കം ടു MRG ഫാമിലി. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ ഒരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലിയിലേക്ക് നമ്മളൊരാളെ അത്രയും ഇഷ്ടം കൊണ്ടും അത്രയും ഇതുകൊണ്ടും ക്ഷണിക്കുകയാണ്. അപ്പം ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് തുടരാം. നമുക്ക് ഒറ്റ ഫാമിലിയായി ഇനി അങ്ങോട്ട് അടിച്ചും കൊടുത്തും കൊണ്ടും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ റെഡി അല്ലേ? ഓക്കെ. മുമ്പ് ഏത് ഫാമിലിയാ? എനിക്കറിയാം, ഞാൻ ബാക്കിയുള്ളവർക്ക് ഇതാകാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ. ഓക്കെ, വെൽക്കം ടു MRG ബ്രദർ. ഷെയ്ക്ക് മാക്ക് വെൽക്കം ചെയ്തോ. അല്ല, ഒരുമിച്ച് ഇടണോ? ഇപ്പൊ ഇടണോ? ആ ഓക്കെ. എന്താ പറയാനുള്ളടാ, നിനക്ക് എന്താ പറയാനുള്ള? സന്തോഷം. വെൽക്കം ഷെയ്ക്ക്, വെൽക്കം ടു MRG എന്നല്ലേ? വെൽക്കം സ്പീഡോ ടു MRG. ടു MRG. അയ്യോ, അതായിപ്പം തോന്നുന്നു. P/war വെൽക്കം സ്പീഡോ ടു MRC. ഓക്കെ, അടുത്ത ആളെ വിളിക്കാം. ബിലാൽ അടുത്ത ആളെ വിളിച്ചോ. സ്പീഡോ is known in his prime. നമ്മുടെ സെക്കൻഡ് റിക്രൂട്ട്മെന്റ് നമ്മള് ഡയോസിന്ന് തന്നെയാണ്. വെൽക്കം ഡയോസ് ചരൺ ടു MRC. യോ, വെൽക്കം ബ്രദർ. ചരൺ, വെൽക്കം ടു MRG ബ്രദർ. നമ്മളൊരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ബ്രോന.
അപ്പോൾ നമുക്ക് നമ്മളൊരു ഫാമിലി മെമ്പറായിട്ട് എന്താ പറയുക ഇതിനങ്ങോട്ട് അടിച്ചും കൊണ്ടും കൊടുത്തും എല്ലാം നമുക്കിവിടെ അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ വെൽക്കം ടു MRG ബ്രദർ. താങ്ക് യു. എന്താ പറയാനുള്ളടാ ചരണേ? സന്തോഷം. സന്തോഷം വലിയ വാക്കായി പോയി, വലിയ പെട്ടെന്ന് ഡൗൺ ആയാ ആര് ശരാ വെൽക്കം 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 വെൽക്കം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ബിലാൽ അടുത്ത ആൾ വിളിച്ചോ. അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. വെൽക്കമിങ് ബെല്ലാരി കിഡു ടു MRC. കിഡു വാടാ. പറന്നൊക്കെ വരുന്ന വന്നേ. കിഡോ വെൽക്കം 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 ടു MRG. അപ്പോൾ കിഡുവായിട്ട് തന്നെ ഇവിടെ പോണം. നമുക്ക് എന്താ പറയാ അടിപൊളിയായിട്ട് പോവാം. സെറ്റല്ലേ? ഓക്കെ. എന്തിനും ഏതിനും നമ്മളെല്ലാരും കൂടെ ഉണ്ടാവും കേട്ടോ. ഒന്നും പേടിക്കണ്ട. ഒറ്റ ഫാമിലി. MRG ഫോർ എവർ. 3 പേരായി. അപ്പോൾ വെൽക്കം ബ്രോ. എന്താ പറയാനുള്ളത്? എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഹാപ്പിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഷെയ്ക്ക് മാക്ക് എന്താ പറയണ്ടോ? വെൽക്കം വെൽക്കം വെൽക്കം. എന്താണ് പറയാ കിഡു? എന്താ പറയാ? പറയണ്ടോ? പറ. ഇല്ല, ഹാപ്പിയാണ് അവര് പറഞ്ഞ തന്നെ. അത്രേ ഉള്ളൂ. ഒരു 3 പിതിങ്ങാളില്ലേ? അയ്യോ ഷേക്കെ നോക്കണ്ട, സ്റ്റാർട്ടിങ്ങിന്റെ ഷേക്കെ നോക്കണ്ട. ഇത്രയും വിധുകളില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരു 3 ദിവസം കഴിഞ്ഞാൽ തെറിയേക്കാം. അതൊക്കെ സ്പീഡോടെ കാര്യത്തിൽ ഞാൻ പറയത്തില്ല കേട്ടോ. അത് കിഡോന്റെ സ്പെല്ലിങ് KIDDO ആണോ? KDU. MRC. Guys, 3 പേർക്കും കൺഗ്രാറ്റ്സ്. വെൽക്കം ടു MRC. അപ്പൊ ഈ പുതിയ വന്ന 3 പേര് പുറത്തുനിന്ന് നോക്കുമ്പോൾ MRGനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? 3 പേര് ഫ്രണ്ടിലോ? ഇറങ്ങി വെളിയിൽ പോകുന്നത്. ഒന്ന് നിങ്ങൾ പുറത്തുനിന്ന് കണ്ട, അതായത് ഇതിന് ഇവിടെ വരുന്നതിന് മുമ്പുള്ള MRGനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങളൊരു എന്താ പറയാ ഒരു POV. ഒരു എന്താ അത്യാവശ്യം നല്ല രീതി എല്ലാം കൊണ്ടും നല്ല കിടലായിട്ട്. അപ്പോൾ അല്ല അങ്ങനെയല്ല, കുറച്ചും കൂടി പറ. എന്താണ് നമ്മളെ ഈ MRGനെ കുറിച്ച് എന്താ തോന്നിയത്? ഇതിൽ എങ്ങനെ ആകൃഷ്ടനായി? എന്താണ് അതിന്റെ 2 വാക്ക്? നിങ്ങൾ പേടിച്ചിട്ടാണുള്ളത്? എന്നാ ഒന്നും പറയണ്ട. ആദ്യത്തെ വാക്കൊന്നും കുഴപ്പമില്ല. ഞാൻ പറയാം. അത് ഇവര് ആക്ച്വലി എല്ലാവർക്കും അറിയാം. ഇവര് എക്സ് ഗാങ് ഡയോസ് ബെല്ലാരി ഇപ്പം കറന്റ്ലി ഇവിടെ നമ്മളെ സിറ്റിയിൽ ഇല്ല, ഡിസ്മാൻഡിലായി പോയി. ഇവര് അത്രയും കമ്മിറ്റ്മെന്റിൽ നിന്നീനെ ഗാങ് ആയിരുന്നു. അത് ഇതിന് നമ്മൾ സത്യം പറഞ്ഞാൽ സ്പീഡോനത്തിന് മുമ്പ് നമ്മൾ ഒരു വട്ടം ഇൻവൈറ്റ് ചെയ്തിരുന്നു. സ്ലോട്ട് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്തപ്പം സ്പീഡോക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരാഞ്ഞത്. പിന്നെ ഇവരെ എക്സ് ഗാങ് ലീഡർ കൊലീഡറൊക്കെ ആയിട്ടുള്ള പിന്നെ അതേപോലെ സർക്ക് ഇവരുടെ ഒക്കെ ഒരു സംസാരിച്ച് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് തന്നെയാണ് അവരിവിടെ കയറിയിട്ടുള്ളത്. അപ്പം ഇവരിന്ന് മുതൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവർ എവിടെയാണ് നിൽക്കുന്നത് അവിടെ ഇവർ ഇതേപോലെ കമ്മിറ്റ്മെന്റിലും അത്രയും നമ്മളോട് അത്രയും സിൻസിയറായിട്ട് നിൽക്കുന്ന പയ്യന്മാരാണ്. അപ്പൊ ആ എല്ലാവരും ആ റെസ്പെക്ട് ഇതൊക്കെ എല്ലാവരും തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, വെൽക്കം ഗൈസ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഒരു പുതിയ ആൾക്കാരായിട്ട് ഇവർ അത് കാണരുത്. അത് എന്തായാലും ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതാക്കരുത്. നിങ്ങൾ മാക്സിമം കമ്പനി ആവുക, പെട്ടെന്ന് തന്നെ ജെല്ലാവുക. പിന്നെന്താ, അത് തന്നെ എല്ലാ വാറും തൂക്കുക. അത് തന്നെ, അത്രേ ഉള്ളൂ. നടയടിയോ ആയിരിക്കാം രാജുഭായിക്ക് കൊടുക്കണ്ടേ? പിന്നെ ഈ പുതിയ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഗൈസ് ഇവിടെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത 1-ാം തീയതി ആകുമ്പോഴേക്ക്, ഈ മാസം കഴിഞ്ഞ് 1-ാം തീയതി ആകുമ്പോഴേക്ക് 10 CR ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ശ്രമിക്കുക. 10 CR ആണ് നമ്മളെ ടാർഗറ്റ്.
അത് എന്തായാലും കിട്ടേണ്ടതാണ്. ഇവിടെ എല്ലാ മെമ്പേഴ്സും ഇതുവരെ എല്ലാവരും തന്നുകൊണ്ട് നിന്നാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിക്കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ.